പെറുവിന്റെ തലസ്ഥാനമായ ലിമ എന്ന മഹാനഗരത്തിന്റെ ഹിസ്റ്റോറിക് ഡിസ്ട്രിക്റ്റിലൂടെ നടത്തം തുടരുകയാണ് ഞാൻ. രാവിലെ ഹോട്ടലിൽ നിന്നിറങ്ങി നടത്തം തുടങ്ങിയതാണ്. 15 കിലോമീറ്ററോളം ഇതിനകം നടന്നു കഴിഞ്ഞു. അതിലൂടെ ലിമ നഗരത്തെയും അവിടുത്തെ ജനങ്ങളെയും അവരുടെ സംസ്കാരത്തെയും അടുത്തറിയാനായി. ഉക്കയാലി സ്ട്രീറ്റാണിത്. ഇതിലൂടെ നേരെ മുന്നോട്ട് നടന്നാൽ ചൈന ടൗണിലെത്താം. അബാൻ കെ അവന്യൂ കുറുകെ കടന്നു. എത്തുന്നത് വീട്ടുപകരണങ്ങളും മറ്റും വിൽക്കുന്ന കടകളുടെ നിരകൾക്കടുത്തേക്കാണ്. പാത്രങ്ങളും അടുക്കള ഉപകരണങ്ങളും തുടങ്ങി പല പല വസ്തുക്കൾ. അവിടെ നിന്നും അല്പം കൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ ചൈന ടൗണിന്റെ കവാടം കാഴ്ചയിലേക്ക് എത്തുകയായി. ഇതാണ് ലിമയിലെ ചൈന ടൗണിന്റെ പടിപ്പുര. എൽ ബാരിയോ ചീനോ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന ചൈന ടൗൺ. 18-19 നൂറ്റാണ്ടുകളിലായി ലിമയിലേക്ക് കുടിയേറിയ ചീനന്മാരുടെ പിൻഗാമികളാണ് ഇപ്പോൾ ചൈന ടൗണിലുള്ളത്. ചൈനക്കാരുടെ ഓരോ വർഷങ്ങളെ നിലത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ചൈന ടൗൺ ഇന്ന് ലിമയിലെ ഒരു ടൂറിസ്റ്റ് ആകർഷണവും ഷോപ്പിംഗ് സ്ട്രീറ്റുമാണ്. 19-ാം നൂറ്റാണ്ടിലാണ് ഏറ്റവും അധികം ചൈനക്കാർ ലിമ പട്ടണത്തിലെത്തുന്നത്. കച്ചവടക്കാരായും ഖനിത്തൊഴിലാളികളായും ലാറ്റിൻ അമേരിക്കയിലേക്ക് കയറി വന്ന ചൈനക്കാർ ആദ്യമായി വലിയൊരു സെറ്റിൽമെന്റ് സ്ഥാപിച്ചത് ലിമയിലാണ്. നഗരത്തിന്റെ പല ഭാഗത്തായി ചിതറിക്കിടന്ന ചെറു സംഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ഈ ചൈന ടൗൺ സ്ഥാപിതമാകുന്നതാകട്ടെ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലും. 1970-കളിൽ ചൈന ടൗൺ ലിമയിലെത്തുന്ന സഞ്ചാരികളുടെ ഒരു ആകർഷണമായി തീർന്നു. ടൂറിസത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ ചീനരാകട്ടെ ഈ ടൗണിനെ സുന്ദരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഒരുക്കി വെക്കുകയും ചെയ്തു. ഇപ്പോൾ ധാരാളം ചൈനീസ് റെസ്റ്റോറന്റുകളും ഗ്രോസറി ഷോപ്പുകളും ചൈനീസ് കരകൗശല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളുമെല്ലാം ഉണ്ട് ഈ ടൗണിൽ. ചൈനീസ് രുചിവൈവിധ്യം അനുഭവവേദ്യമാകുന്ന റെസ്റ്റോറന്റുകളിലേക്ക് വൈകുന്നേരമാവുന്നതോടെ ധാരാളം ആളുകൾ എത്തിത്തുടങ്ങും. ചൈനീസ് കലണ്ടർ അനുസരിച്ചുള്ള ആഘോഷങ്ങളെല്ലാം ഇവിടെയും നടക്കാറുണ്ട്. തെരുവിൽ ജനം നിറഞ്ഞിരിക്കുന്നു. ടൂറിസ്റ്റുകളാണോ ഷോപ്പിങ്ങിനും ചൈനീസ് വിഭവങ്ങൾ ആസ്വദിക്കാനും എത്തിയ സ്വദേശികളാണോ എന്ന് മനസ്സിലാവുന്നില്ല. സുവനീറുകളും ചൈനീസ് ആചാരങ്ങളുടെ ഭാഗമായ പ്രതിമകളും ഔഷധങ്ങളും എല്ലാം ലഭിക്കുന്ന കടകൾ ഇവിടെയുണ്ട്. വൈകുന്നേരമാകുമ്പോൾ ചൈന ടൗണിലെ ജനത്തിരക്ക് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഈ പരിസരത്ത് തന്നെയാണ് ലിമയിലെ സെൻട്രൽ മാർക്കറ്റ്. അതിബൃഹത്തായ മാർക്കറ്റാണത്. പക്ഷേ തെരുവിൽ വെച്ച് ഒരാൾ എനിക്കൊരു മുന്നറിയിപ്പ് തന്നു. ക്യാമറയുമായി മാർക്കറ്റിലേക്ക് പോകേണ്ട എന്നും ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലമല്ല സെൻട്രൽ മാർക്കറ്റ് എന്നും. അയാൾ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലാക്കി ഞാൻ സെൻട്രൽ മാർക്കറ്റ് സന്ദർശനം ഒഴിവാക്കി. മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നത് ശരിയല്ലല്ലോ. ഇക്കാണുന്ന കെട്ടിടം ഇവിടുത്തെ നാഷണൽ ലൈബ്രറിയാണ്. സ്പാനിഷിൽ ബിബ്ലിയോത്തക്ക നാഷണൽ ഡെൽ പെറു എന്നറിയപ്പെടുന്നു. 1821-ലാണ് ലിമ നാഷണൽ ലൈബ്രറി സ്ഥാപിതമാകുന്നത്. 7 ദശലക്ഷം പുസ്തകങ്ങളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഞാനിനി തിരികെ നടക്കുകയാണ്. തെരുവോരത്ത് ഇവിടെ കുറച്ചാളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഒരു വയലിനിസ്റ്റ്, കൂടെ ഒരു പാവ പിയാനിസ്റ്റും. പിയാനിസ്റ്റ് ജീനിയസ് ആണെന്ന് കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. കുറച്ചു നേരം ഞാൻ ആ പരിപാടി കണ്ടുനിന്നു. പിയാനിസ്റ്റ് വെറുതെ ചലിച്ചുകൊണ്ടിരിക്കുകയല്ല. സംഗീതത്തിനൊത്ത് കൃത്യമായി പിയാനോ കട്ടകളിൽ വിരലമർത്തുകയും ആസ്വദിച്ച് തലയാട്ടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. വയലിൻ വായിക്കുന്ന ചെറുപ്പക്കാരൻ അപാരമായ കഴിവുള്ള കലാകാരനാണെന്ന് എനിക്ക് തോന്നി. വളരെ വ്യത്യസ്തമായ 2 ജോലികളാണ് അയാൾ ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനോഹരമായി വയലിൻ വായിക്കുന്നു എന്നതാണ് ആദ്യ ജോലി. അതോടൊപ്പം കാലുകൾ കൊണ്ട് പിയാനിസ്റ്റിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്നുമുണ്ട്. കാലിൽ കെട്ടിയിരിക്കുന്ന നിരവധിയായ നൂലുകൾ കൊണ്ടാണ് പിയാനിസ്റ്റ് പാവയെ ചലിപ്പിക്കുന്നത്. ഇതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒരു തെരുവ് കലാകാരനാകേണ്ടയാളാണോ എന്ന് ഞാൻ അത്ഭുതത്തോടെ ചിന്തിക്കുകയാണ്.
ശരിക്കും ഒരു ജീനിയസ് ആണ് അയാൾ. സംഗീതമറിയാം. ഈ പാവകളി സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നതും ഇയാൾ തന്നെ. തൊട്ടപ്പുറം വലിയ പ്രതിഭയൊന്നും ആവശ്യമില്ലാത്ത ചില തെരുവ് കലാകാരന്മാരുമുണ്ട്. പ്രച്ഛന്ന വേഷക്കാർ. വേറൊരു ഭാഗത്ത് പാവയോടൊത്ത് നൃത്തമാടുന്ന ഒരാൾ. ഉക്കിയാലി സ്ട്രീറ്റിന്റെ മറ്റൊരു ഭാഗത്ത് നേരത്തെ ഇയാളെ ഞാൻ കണ്ടതാണ്. അവിടുത്തെ കളക്ഷൻ കുറഞ്ഞപ്പോൾ സ്ഥലമൊന്ന് മാറിപ്പിടിച്ചതാവാം. അവരെയൊക്കെ പിന്നിട്ട് ഉക്കിയാലി സ്ട്രീറ്റിലൂടെ വീണ്ടും നടക്കുകയാണ്. പ്ലാസ സാൻ മാർട്ടിൻ എന്നറിയപ്പെടുന്ന സ്ക്വയറിലേക്കാണ് ഇനി പോകേണ്ടത്. സ്ട്രീറ്റിലെ മിക്ക കടകളും അടഞ്ഞുകിടക്കുന്നു. എന്നാൽ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിടുന്ന ചില കടകൾ മാത്രം തുറന്നിരിപ്പുണ്ട്. സുവനീറുകളും ഗിഫ്റ്റുകളും മറ്റും വിൽക്കുന്ന കടകൾ. വീണ്ടും യൂണിയൻ സ്ട്രീറ്റിലേക്ക് നടന്നെത്തിയിരിക്കുന്നു. ജിറോൺ ഡി ലാ യൂണിയൻ എന്നാണ് പ്രാദേശികമായി ഈ തെരുവ് അറിയപ്പെടുന്നത്. ഇവിടെ ഇത് ജനക്കൂട്ടത്തിന് നടുവിൽ ഒരു നൃത്തം. പാവകളല്ല, വൃദ്ധ ദമ്പതികൾ ചേർന്ന് അവതരിപ്പിക്കുന്ന നൃത്തമാണ്. പഴയ പ്രണയഗാനങ്ങളുടെ റെക്കോർഡ് വെച്ച് അതിനൊത്ത് അവർ നൃത്തം ചെയ്യുന്നു. സിനിമാറ്റിക് ഡാൻസ് എന്നും വിശേഷിപ്പിക്കാം. പ്രായം മറന്ന് നൃത്തമാടുകയാണ് ദമ്പതികൾ. ചടുലമായ നൃത്തം. അത് കാണാനും ധാരാളം ആളുകളുണ്ട്. ലാറ്റിൻ അമേരിക്കൻ നഗരങ്ങളിലെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. തെരുവിൽ നൃത്തം ചെയ്ത് ഉപജീവനത്തിനുള്ള വഴി കണ്ടെത്തുന്നവർ, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചുറ്റും കൂടി നിൽക്കുന്നവർ. നൃത്തം അവസാനിക്കുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നു. പിന്നിൽ ചിലർ മാത്രം പണമിടുന്നു. ജിറോൺ ഡി ലാ യൂണിയനിൽ വൈകുന്നേരമായതോടെ ജനത്തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ ഇങ്ങനെ നേരെ പോയാൽ പ്ലാസ സാൻ മാർട്ടിനിലെത്താം. ലിമയിലെ പ്രധാന ചത്തുരമായ പ്ലാസ മയോർ പോലെ തന്നെ വിശാലമായൊരു സ്ക്വയറാണ് പ്ലാസ സാൻ മാർട്ടിൻ. അവിടേക്കടുക്കുമ്പോൾ പാതയോരത്ത് വമ്പൻ നിർമ്മിതികൾ കാണാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ മന്ദിരങ്ങൾ പലതും ഇന്ന് വലിയ മാളുകളും മറ്റുമായി മാറിക്കഴിഞ്ഞു. ചിലയിടത്ത് ചരിത്രപുരുഷന്മാരുടെ പ്രതിമകൾ. ആൾക്കൂട്ടത്തിൽ ബാക്ക് പാക്കർ ടൂറിസ്റ്റുകളുമുണ്ട്. ഇവിടെ ഇൻക മൂപ്പന്റെ വേഷം ധരിച്ച ഒരാളുണ്ട്. അയാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന കുട്ടി. നൂറുകണക്കിന് പ്രച്ഛന്ന വേഷക്കാരാണ് ലിമയുടെ തെരുവുകളിലുള്ളത്. ഇക്കാണുന്നത് ലിമയിലെ പ്രാധാന്യമാർന്ന മറ്റൊരു ദേവാലയമാണ്, ചർച്ച് ഓഫ് മേഴ്സി. അതിനു മുന്നിലിരിക്കുന്നത് ഇങ്ങനെ ചിലരാണ്, ഭീകരരൂപികളായ പ്രച്ഛന്ന വേഷക്കാർ. ഇത്തരം ധാരാളം വേഷക്കാരും ലിമയുടെ തെരുവോരങ്ങളിലെ സ്ഥിരം സാന്നിധ്യമാണ്. സന്ധ്യയാവാറാകുമ്പോൾ സ്ട്രീറ്റുകളിൽ ജനപ്രവാഹത്തിന്റെ തോത് കൂടുന്നു. ഇത്രയേറെ ജനം ലിമ നഗരത്തിൽ ഉണ്ടോ എന്ന് അത്ഭുതപ്പെട്ടു പോകും. യൂണിയൻ സ്ട്രീറ്റിന്റെ ഇരുവശത്തുമുള്ള കടകളെല്ലാം തുറന്നിട്ടുണ്ട്. റെസ്റ്റോറന്റുകൾ ഉള്ളിൽ ലൈറ്റുകൾ തെളിച്ച് സജീവമായി കഴിഞ്ഞു. നോർക്കീസ് റെസ്റ്റോറന്റാണിത്. ഈ സ്ട്രീറ്റിൽ തന്നെ 2-3 നോർക്കീസ് റെസ്റ്റോറന്റുകളുണ്ട്. യൂണിയൻ സ്ട്രീറ്റിന്റെ ചില ഭാഗങ്ങളിൽ ഏതാനും പഴയ കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയാതെ തെല്ലൊരു ജീർണാവസ്ഥയിൽ നിൽക്കുന്നത് കാണാം. ഇത്തരം കെട്ടിടങ്ങൾ പുനരുദ്ധരിച്ചതാണ് പ്ലാസ മയോറിനു ചുറ്റും ഇന്നലെയും ഇന്നും ഞാൻ കണ്ടത്. ഇപ്പോൾ ഞാൻ യൂണിയൻ സ്ട്രീറ്റിന്റെ തെക്കേ അതിരിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നുമാണ് പ്ലാസ സാൻ മാർട്ടിൻ ആരംഭിക്കുന്നത്. ഇക്കാണുന്നതാണ് പ്ലാസ സാൻ മാർട്ടിൻ എന്ന പ്രശസ്തമായ ബൃഹത് ചത്വരം. മധ്യത്തിലൊരു വലിയ ഉദ്യാനം. പ്ലാസയെ അതിരിട്ട് നിരന്നു നിൽക്കുന്ന കൊളോണിയൽ കാല കെട്ടിടങ്ങൾ. വെണ്മയാർന്ന പ്രൗഢമന്ദിരങ്ങളാണ് എല്ലാം. അതിവിസ്തൃതമായ ചത്വരം. അതിന്റെ ഒത്ത നടുവിൽ ഒരു പ്രതിമ.
പെറുവിന്റെ 100-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ 1921 പ്ലാസ സാൻ മാർട്ടിൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കൊളോണിയൽ കാലത്ത് ജുവാൻ ഡി ഡയസ് ഹോസ്പിറ്റൽ എന്നു പേരുള്ള വലിയൊരു ആശുപത്രിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യത്തിനു ശേഷം 1850 ആശുപത്രി പൊളിച്ചുമാറ്റി ഒരു റെയിൽവേ സ്റ്റേഷൻ പണിതു. പിന്നീടാണ് റെയിൽവേ സ്റ്റേഷൻ നീക്കം ചെയ്ത് ഇതൊരു പ്ലാസയാക്കി മാറ്റാൻ ഭരണാധികാരികൾ തീരുമാനിച്ചത്. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം. ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും. നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും. സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ. അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര. ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം. ഓസ്ട്രിയൻ ഗ്രാമഭംഗി. സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ. ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും. പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. പുൽത്തകിടിയും പൂച്ചെടികളും ചെറുമരങ്ങളുമെല്ലാം കൊണ്ട് മനോഹരമാക്കിയ പ്ലാസ സാൻ മാർട്ടിൻ. ഇത്തരം സ്ക്വയറുകളിലാണ് എന്നും ആളുകൾ വന്നു നിറയുന്നത്. നൂറുകണക്കിന് ആളുകൾ വന്നെത്തുന്ന ഇടമായതിനാൽ ഇവിടെ സുവിശേഷ പ്രസംഗകരും കലാകാരന്മാരും കച്ചവടക്കാരുമെല്ലാമുണ്ട്. യേശുക്രിസ്തുവിന്റെ വേഷം ധരിച്ചു നിന്ന് ഒരാൾ സുവിശേഷം പ്രസംഗിക്കുന്നു. സ്ക്വയറിന്റെ ഒത്ത മധ്യത്തിലാണ് സാൻ മാർട്ടിൻ മോണിമെന്റ്. പെറുവിന്റെ വിമോചകനാണ് ജോസ് ഡി സാൻ മാർട്ടിൻ. അർജന്റീനക്കാരനായ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സായുധ പോരാട്ടത്തിലൂടെയാണ് പെറുവിലെ സ്പാനിഷ് കോളനി വാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചത്. രാജ്യത്തിന്റെ 100-ാം സ്വാതന്ത്ര്യ വാർഷികത്തിൽ ജോസ് സാൻ മാർട്ടിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്ലാസയും അതിനു നടുവിൽ സാൻ മാർട്ടിൻ പ്രതിമയുമെല്ലാം സ്ഥാപിതമായത്. പ്ലാസയ്ക്ക് ചുറ്റുമുള്ള കെട്ടിടങ്ങളെല്ലാം കൊളോണിയൽ കാലത്ത് നിർമ്മിച്ചതല്ല. 1914-നും 1945-നുമിടയിൽ പണിതതാണ് ഇക്കാണുന്ന കെട്ടിടങ്ങളിൽ കൂടുതലും. അതുകൊണ്ടാവാം അതിലൊന്നും പെറുവിലെ കൊളോണിയൽ മുദ്രയായ മര ബാൽക്കണികൾ കാണാത്തത്. തിയേറ്ററുകളും വൻകിട ഹോട്ടലുകളും മാളുകളുമെല്ലാമുണ്ട് ഈ കെട്ടിടങ്ങളിൽ. മാനുവേൽ പിക്കേറാസ് കോട്ടോലി എന്ന വാസ്തുശില്പിയാണ് പ്ലാസ സാൻ മാർട്ടിൻ രൂപകൽപ്പന ചെയ്തത്. അതിരിട്ടു നിൽക്കുന്ന കെട്ടിടങ്ങളിൽ ചിലതിന്റെ ഡിസൈൻ തയ്യാറാക്കിയതും അദ്ദേഹമായിരുന്നു. പ്ലാസയ്ക്കും ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്കും ഏകമാനം നൽകാൻ ഇതിന്റെ ശില്പികൾ ശ്രദ്ധിച്ചിരുന്നു. നിയോ കൊളോണിയൽ ശൈലിയെന്നും സ്പാനിഷ് കൊളോണിയൽ റിവൈവൽ ആർക്കിടെക്ചർ എന്നുമെല്ലാം അറിയപ്പെടുന്ന ശൈലിയിലാണ് കെട്ടിടങ്ങളും പ്ലാസയും രൂപകൽപ്പന ചെയ്തത്. അതിവിസ്തൃതമായ ഒരു സ്ക്വയർ തന്നെയാണ് ഇത്. എന്നാൽ പ്ലാസ മയോർ പോലെ പട്ടാള പരേഡുകൾക്കോ പ്രകടനങ്ങൾക്കോ ഇവിടം ഉപയോഗിക്കാറില്ല. നഗരവാസികൾക്കുള്ള ഒരു വിശ്രമ കേന്ദ്രം എന്ന നിലയിലാണ് പ്ലാസ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പ്ലാസ സാൻ മാർട്ടിനിൽ നിന്നും തിരികെ പ്ലാസ മയോറിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. നടന്ന് മടുത്തിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ഇതുവരെ 20 കിലോമീറ്ററോളം ഞാൻ നടന്നു കഴിഞ്ഞു. സ്ക്രീനിൽ ഇങ്ങനെ കാണുമ്പോൾ ആ നടത്തത്തിന്റെ കാഠിന്യം പ്രേക്ഷകർക്ക് മനസ്സിലാവണമെന്നില്ല. വന്ന വഴിയെ തന്നെയാണ് ഞാൻ പ്ലാസ മയോറിലേക്ക് നടക്കുന്നത്. ചില ജംഗ്ഷനുകളിലെത്തുമ്പോൾ ജനബാഹുല്യം കണ്ടറിയാനാവുന്നു. സ്ട്രീറ്റുകൾ നിറഞ്ഞു നീങ്ങുന്ന ആളുകൾ. നേരമിപ്പോൾ 6 മണിയായിട്ടുണ്ട്. ലിമയുടെ പ്രധാന തെരുവുകളിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഈ ജനത്തിരക്ക് പതിവാണ്. തെരുവോരത്തിരുന്ന് ഒരാൾ വയലിൻ സംഗീതം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. നടന്നു പോകുന്നവരെയൊന്നും ഗവനിക്കാതെ തന്റെ സംഗീതത്തിൽ മാത്രം ശ്രദ്ധയൂന്നിയിരിക്കുകയാണ് അദ്ദേഹം. സായന്തനത്തിൽ ജനമൊഴുകുന്ന തെരുവിന്റെ ദൃശ്യത്തിന് പശ്ചാത്തല സംഗീതമൊരുക്കുകയാണ് ഇത്തരം കലാകാരന്മാരെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ വീണ്ടും പ്ലാസ മയോറിലേക്ക് എത്തിയിരിക്കുന്നു. പ്ലാസയിലെ വിളക്കുകളെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു.
ആലസ്യത്തോടെ നടക്കുന്ന വെള്ളക്കുതിര വലിക്കുന്ന ഒരു വണ്ടി. ചത്തുരത്തിലാകട്ടെ ജനം വന്നു നിറഞ്ഞു കഴിഞ്ഞു. പ്ലാസയ്ക്ക് ചുറ്റുമായി പ്രൗഢമന്ദിരങ്ങൾ. വൈദ്യുതി വിളക്കുകളും ആകാശവും ചേർന്നു നൽകുന്ന പ്രത്യേകമായൊരു നിറച്ചാർത്ത്. അഭൗമമായ ഒരിടത്താണ് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. കെട്ടിടങ്ങൾ മനോഹരമായി ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നു. മുനിസിപ്പൽ പാലസാണിത്. അത്തരത്തിൽ മരബാൽക്കണികളോട് കൂടിയ നിരവധി കെട്ടിടങ്ങൾ പ്ലാസയ്ക്ക് ചുറ്റുമുണ്ട്. ഒരു ഭാഗത്ത് ലിമ കത്തീഡ്രൽ, അതിനു മുന്നിൽ 4 നൂറ്റാണ്ടുകൾക്കപ്പുറം സ്ഥാപിതമായ ഫൗണ്ടൻ. വിവരണാതീതമായ ഒരനുഭവമാണ് സന്ധ്യാനേരത്ത് പ്ലാസ മയോറിലൂടെയുള്ള ഈ നടത്തം. അന്തരീക്ഷത്തിന്റെ തണുപ്പും സ്ക്വയറിൽ നിറയുന്ന ജനവും അവരിൽ നിന്ന് പ്രസരിക്കുന്ന പോസിറ്റീവ് എനർജിയുമെല്ലാം ഇവിടെ നിന്നും നേരിട്ട് അനുഭവിക്കുക തന്നെ വേണം. പ്രസിഡന്റിന്റെ കൊട്ടാരമാണ് ഒരു ഭാഗത്ത്. അതും മനോഹരമായി ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കാഴ്ചകളെല്ലാം ചേർന്ന് ലിമ എന്ന നഗരം ഇവിടെ ആദ്യമെത്തുന്ന സന്ദർശകനെ കാൽപ്പനികമായ ഒരു ലോകത്തേക്ക് എത്തിക്കുകയാണെന്ന് എനിക്ക് തോന്നി. രാവിലെ മുതലുള്ള ദീർഘനടത്തം കൊണ്ട് ഏറെ ക്ഷീണിതനാണെങ്കിലും ഈ സ്ക്വയറിലേക്ക് വന്നെത്തിയപ്പോൾ പ്രത്യേകമായൊരു ഊർജം എന്നിൽ വന്ന് നിറയുന്നതായി ഞാൻ അറിയുന്നു. ഇങ്ങനെയുള്ള സന്ധ്യകളിൽ ലോകത്തെ എത്രയോ നഗരചത്തുരങ്ങളിൽ നിന്നത് ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. പോലീസ് എവിടെയുമുണ്ട്. ചത്തുരത്തിലൂടെ സെഗ്വേയിൽ സഞ്ചരിച്ച് അവർ ആർക്കും സഹായമെത്തിക്കുന്നു. പല കോണുകളിലൂടെ തെരുവുകൾ സ്ക്വയറിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഇനി ഇന്നത്തെ ചിത്രീകരണം അവസാനിപ്പിച്ചാലോ എന്നാണ് ആലോചന. ഇവിടെ തെരുവോരത്ത് കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഡബിൾ ഡെക്കർ ബസ്സിലെ ഒരു ടൂറിന് ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ ഇരിക്കുന്നവരാണ്. രാത്രിയിൽ നഗരത്തിലൂടെ ഒരു യാത്ര. അതിന് $25 ഏജന്റ് എന്നോട് ആവശ്യപ്പെട്ടത്. ഞാനത് നൽകാമെന്ന് ഏൽക്കുകയും ചെയ്തു. ഏതാണ്ട് $500 വരും ടിക്കറ്റ് ചാർജ്. 23-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ ഈ പയ്യനാണ് ബസ്സിലേക്ക് യാത്രക്കാരെ കൊണ്ടുപോകുന്നത്. 10ഓളം യാത്രക്കാരെ അവന് കിട്ടിയിട്ടുണ്ട്. പാതയോരത്ത് ഒരു ഡബിൾ ഡെക്കർ ബസ് കിടക്കുന്നു. ഇതിലാണ് യാത്ര. മുകളിലേക്ക് കയറി ചെന്നപ്പോൾ സീറ്റുകളിൽ നിറയെ ആളുകളെയാണ് കാണുന്നത്. ബസ് പുറപ്പെട്ടു. നഗരത്തിലെ മിറാഫ്ലോറസ്, ബറാങ്കോ, ചോറിലോസ് തുടങ്ങിയ ഭാഗങ്ങൾ ഈ ബസ് യാത്രയിൽ കാണാം. രാത്രിയിലെ നഗരക്കാഴ്ചകൾ പകർത്താമെന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇതിൽ കയറിയിരിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ സന്ദർശിച്ച ലിമയുടെ ഹിസ്റ്റോറിക് സെന്റർ ഒഴികെയുള്ള ഭാഗങ്ങൾ എങ്ങനെയാണെന്ന് കാണാം. കടൽ തീര നഗരഭാഗങ്ങളും സന്ദർശിക്കാം. ലൈറ്റപ്പ് ചെയ്ത ദേവാലയങ്ങൾ. ഈ നഗരത്തിലെ ഏതു തെരുവിലൂടെ പോകുമ്പോഴും ഒരു ദേവാലയം കാണാം. റോമൻ കത്തോലിക്ക സഭയുടെ മാത്രം 34 വലിയ കത്തീഡ്രലുകൾ ലിമയിലുണ്ട്. ആംഗ്ലിക്കൻ ദേവാലയങ്ങളും പ്രൊട്ടസ്റ്റന്റ് പ്രാർത്ഥനാലയങ്ങളും വേറെ. ഡബിൾ ഡെക്കർ ബസിന്റെ മുന്നിലെ സീറ്റിൽ തന്നെയാണ് ഞാൻ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ മുന്നോട്ടുള്ള കാഴ്ച ഗംഭീരമാണ്. ലിമയിലെ തെരുവുകളുടെ ഘടനയും റോഡുകളുടെ രൂപകൽപ്പനയും രാത്രിയിലെ തെരുവ് ജീവിതവുമെല്ലാം ഇവിടെ ഇരുന്നിങ്ങനെ കാണാം. കമ്പികൾ തൂങ്ങിയാടുന്ന ഇലക്ട്രിക് പോസ്റ്റുകളില്ലാത്ത നഗരം. ലിമ പോലുള്ള ഒരു നഗരത്തിന് സാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമുക്കെന്തുകൊണ്ട് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല എന്ന് ഞാൻ അത്ഭുതത്തോടെ ചിന്തിക്കുകയാണ്. ഇവിടെ വെച്ച് നിക്കോളാസ് പിയറോള എന്ന അവന്യൂവിനെ ക്രോസ് ചെയ്യുന്നു. വീണ്ടും ചില ഇടത്തെരുവുകളിലൂടെ ബസ് നീങ്ങി. 2600 ചതുരശ്ര കിലോമീറ്ററാണ് ലിമ നഗരത്തിന്റെ ആകെ വിസ്തൃതി. 1 കോടിയോളം ജനം വസിക്കുന്ന പട്ടണമാണിത്. സ്പാനിഷ് കൊളോണിയൽ കാലത്ത് തന്നെ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായിരുന്നു ഇത്. നേരെ മുന്നിൽ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന മറ്റൊരു ദേവാലയം കാണാം. ഏതു തെരുവിലുമുണ്ട് ഒരു പള്ളി. അവിടെയെല്ലാം എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ പതിവായി നടക്കാറുമുണ്ട്. പള്ളിയുടെ മുന്നിൽ നിന്നും ബസ് മറ്റൊരു അവന്യൂവിലേക്ക് തിരിഞ്ഞു. അവന്യൂ ഉറൂഗെ എന്നറിയപ്പെടുന്ന പാത. ലിമയുടെ രാത്രിക്കാഴ്ചകൾ കണ്ടുകൊണ്ടും ഇന്നാടിന്റെ ഇന്നലകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും ഞാനിരുന്നു. സ്പാനിഷ് കൊളോണിയൽ കാലത്ത് സമ്പന്ന നഗരമായിരുന്നു ലിമ.
സ്വാതന്ത്ര്യാനന്തരവും ആ നിലയിൽ തന്നെ നഗരം തുടർന്നു. എന്നാൽ ഇടയ്ക്കിടെയുണ്ടായ രാഷ്ട്രീയ അസ്വാരസ്യങ്ങൾ ലിമയുടെ മാത്രമല്ല, പെറുവിന്റെ ആകെ തന്നെ സാമ്പത്തിക മേഖലയെ പിടിച്ചുലച്ചിരുന്നു. പട്ടാള ഭരണവും ജനാധിപത്യ ഭരണവും മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാടാണ് പെറു. സ്വാതന്ത്ര്യാനന്തര കാലത്ത് പലതവണ സിവിലിയൻ ഗവൺമെന്റുകളെ പട്ടാളം അട്ടിമറിച്ചിട്ടുണ്ട്. 1968 മുതൽ 1980 വരെയായിരുന്നു ഏറ്റവും അവസാനത്തെ പട്ടാള ഭരണം. അന്നുണ്ടായ മനുഷ്യാവകാശ ധ്വംസനങ്ങളും പീഡനങ്ങളും ലോകമെങ്ങും ചർച്ച ചെയ്യപ്പെട്ടതാണ്. വേറെയും ഡബിൾ ഡെക്കർ ബസ്സുകൾ നീങ്ങുന്നുണ്ട്. ഇക്കാണുന്ന ബസ്സിലൊന്നും അധികം ആളുകളില്ല. ബസ് മിറാഫ്ലോറസ് ഏരിയയിലേക്കാണ് എത്തുന്നത്. ലിമയിലെ സമ്പന്നരുടെ പ്രദേശമാണ് മിറാഫ്ലോറസ്. ആധുനിക കാലത്ത് ആസൂത്രിതമായി നിർമ്മിതമായ ഒരു നഗരഭാഗം. അവിടെ ഒരിടത്ത് ബസ് ഒന്ന് നിർത്തി. പസഫിക് സമുദ്രത്തോട് ചേർന്നുള്ള ഒരു ക്ലിഫിന്റെ വക്കിലാണ് ബസ് കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുന്നത്. കോസ്റ്റ വെർദെ എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. സമുദ്രതീരത്തുകൂടി ഒരു പാത കാണാം. ബീച്ച് സർക്യൂട്ട് എന്നറിയപ്പെടുന്ന പാതയാണത്. അല്പനേരത്തിനകം ബസ് യാത്ര തുടർന്നു. തീരത്തുകൂടി സലാസാർ പാർക്ക് എന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പാർക്കിനരികിലൂടെ ബസ് യാത്ര തുടർന്നു.